പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്നു ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു മനോഹരമായൊരു ദിവസം കൂടെ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർന്നു പോകാത്ത അവിടുത്തെ കരുണ, രാവിലെ തോറും പുതിയതായിരിക്കുന്ന അവിടുത്തെ വിശ്വസ്തത, ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ നമ്മൾ സങ്കീർത്തനം വായിക്കുന്നുണ്ട്. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. ദൈവം മോശയ്ക്ക് വെളിപ്പെടുമ്പോൾ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന 34-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നത് 34:6 യഹോവ എൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അവിടെ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുന്ന, ദീർഘക്ഷമയെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുണ, കൃപ, ദീർഘക്ഷമ, മഹാദയ, വിശ്വസ്തത, ദയ, ക്ഷമ, അതെല്ലാം എടുത്തു പറയുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെതാണ്. ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. പക്ഷെ ദൈവം ആദ്യം ചെയ്യുന്നത് അതാണ് ദൈവത്തിൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിപ്പിക്കുന്നത്. ആ ക്ഷമയുടെ പ്രതിഫലനമാണ്, ആ ക്ഷമയുടെ മൂർത്തിമത് ഭാവമാണ്, എംബോഡിമെൻ്റ് എന്ന് പറയുന്നത്. ആ ക്ഷമയുടെ ഇതാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന സ്നേഹം, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാഴികളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ സ്നേഹം, ദൈവത്തിൻ്റെ ക്ഷമ, ദീർഘക്ഷമ, അത് രക്ഷ എന്ന് വിചാരിപ്പിയെന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ 102-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് അരിഷ്ടൻ്റെ പ്രാർത്ഥന എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ ചിന്തിച്ചു വരിക. അരിഷ്ടൻ്റെ പ്രാർത്ഥന, ആ അരിഷ്ടൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. സാധാരണ ഫീബിളായിട്ടുള്ളതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അഫ്ലിക്റ്റഡ് അരിഷ്ടൻ, അവൻ ക്ഷീണിച്ച് തളർന്നപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് അവൻ ഉത്തരം കൊടുക്കുകയാണ്. അവൻ തന്നെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ നാളുകളിൽ പറഞ്ഞപ്പോൾ അതെല്ലാം ശ്രദ്ധ വെച്ച് കേട്ട് അതിന് മറുപടി നൽകുന്നു. അവന് തന്നെ ദാവീദിൽ തന്നെ ആ ഒരു പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം നിറച്ച് അവന് ഒരു മനോഹരമായൊരു എൻഡ് അവസാനത്തിലേക്ക് അവിടെ നടത്താനായിട്ട് കാണുന്നുണ്ട്. അത് തന്നെ ദാവീദ് പറയുകയാണ് 23-ാമത്തെ വാക്യത്തിൽ. 22 വരെ നമ്മൾ ചിന്തിച്ചു. അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. ബലമൊക്കെ ക്ഷയിച്ചു പോയൊരവസ്ഥ, നാളുകളൊക്കെ ചുരുങ്ങി എന്ന് തോന്നുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത് എന്ന് ഞാൻ പറഞ്ഞു. നിൻ്റെ സംവത്സരങ്ങൾ തലമുറയായിരിക്കുന്നു. അപ്പോൾ ഒരു അപേക്ഷ അവിടെ വയ്ക്കുകയാണ്. ദൈവം ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത് എന്നുള്ള പ്രാർത്ഥന സർവിച്ചതായിട്ട് നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം. ഇനി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ, ദൈവം സൃഷ്ടാവാണല്ലോ. അപ്പോൾ ആ സൃഷ്ടാവിൻ്റെ ആ കരവിരുതിനെ കുറിച്ച് സൃഷ്ടിയിലേക്ക് നോക്കിക്കൊണ്ട് സങ്കീർത്തനത്തിൻ്റെ കാര്യം പറയുന്നതാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങൾ. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്ധിയിൽ നിന്റെ സന്നദ്ധി നിലനിൽക്കും. ദൈവത്തിൻ്റെ ആ സൃഷ്ടാവെന്ന നിലയിൽ ദൈവത്തെ വിവരിക്കുകയാണ്. ദൈവം നമ്മുടെ ദൈവമാണ്, പിതാവാണ്. പക്ഷെ അവൻ സൃഷ്ടാവാൻ ദൈവമാണ്, സകലത്തെയും മെനഞ്ഞവനാണ്, ഉണ്ടാക്കിയവനാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും. ഒരു തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദീപകൾ കാത്തിരിക്കുന്നു. ആകാശത്ത് സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുകയാണ്. ഇപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആകാശത്ത് സൃഷ്ടിച്ച് വിരിച്ച ദൈവം, എത്ര ഇതാണ് ക്രിയേഷൻ നോക്കി. ഒന്നുമില്ലായ്മ സാഹചര്യത്തിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആ സർവശക്തി. അന്തരീക്ഷം നമ്മൾ പറയും 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറയും, ഭൂമിയുടെ അതേ ഭാഗങ്ങളിലേക്ക് ലെയേഴ്സ് ഉണ്ടെന്ന് പറയും. ഇതൊക്കെ നമ്മൾ കാണുന്ന മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം കാണുന്നുണ്ട്, പക്ഷെ അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊന്നുമില്ലെന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ അത് ബഹിരാകാശത്തേക്ക് അതിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ ഒരു ഉരുണ്ട് ഇതുപോലെ കാണും. എത്ര സൃഷ്ടിയുടെ എത്ര
മഹത്തരമായൊരിതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ക്രിയേറ്റർ, യെസ് ഷുവർലി ദർ ഇസ് എ ക്രിയേറ്റർ. ആ ക്രിയേറ്ററാണ് വെളിപ്പെടുന്നത് ഞാൻ തന്നെ സത്യദൈവം എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അവിടുന്ന് തിരുവചനത്തിലൊക്കെ നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും. ചുമ്മാ ഉണ്ടായി വന്നതല്ല, അതിൻ്റെ പിന്നിൽ സൃഷ്ടിച്ച, നമ്മെ നിർമ്മിച്ച ദൈവം, ആകാശത്ത് സൃഷ്ടിച്ച് വിരിച്ച ദൈവം, അതിൽ ഉൽപ്പന്നങ്ങളെ പരത്തി അതിൽ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം. അപ്പം അതിൽ ജനത്തിന് ശ്വാസം കൊടുക്കുന്നു, അതിൽ നടക്കുന്നവർക്ക് പ്രാണനെ കൊടുക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സർവശക്തിയിൽ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇനി ആ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് പറയുന്ന എന്താണ്? അവ നശിക്കും, നീയോ നിലനിൽക്കുമെന്ന്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അല്ലേ. നമ്മളിപ്പോൾ കാണുന്നുണ്ട് യുദ്ധസ്ഥിതികളൊക്കെ കാണുമ്പോൾ എന്തുമാത്രം ആയുധങ്ങളാണ്. ഈ ഭൂമിയെപ്പോലെ എൻ്റെ വായിച്ചത് ശരിയാണെങ്കിൽ, നേരത്തെ വായിച്ച് ശരിയാണെങ്കിൽ, ഏകദേശം 30ഓളം ഈ ഭൂമിയെ നശിപ്പിക്കാനുള്ള ആറ്റോമിക് പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോരുത്തരും ശേഖരിച്ച് വെച്ചിരിക്കുക. ഇതുപോലെ 30 ഗോളങ്ങളെ നശിപ്പിക്കത്തക്കവണ്ണമുള്ള ആറ്റോമിക് എനർജി, ആറ്റോമിക് വെപ്പൺസ് എല്ലാം കണ്ടുപിടിച്ചിരിക്കും ഓരോരുത്തരും സംഭരിച്ചാൽ. അപ്പോൾ ഇങ്ങനെ ദിനം പ്രതി, അപ്പോൾ ഇതിനൊക്കെ എന്തിനു വേണ്ടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പറയുന്നത്? ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അത് നശിക്കും. ഇപ്പോൾ ബഹിരാകാശത്ത് തന്നെ, അല്ലെങ്കിൽ ആകാശത്തിൽ വിള്ളൽ വീഴുന്നു, പ്രകൃതിയിലെ ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ വലിയ വിഷയമാണ് ഇപ്പോൾ അല്ലെ. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ ഈ അമേരിക്കൻ ഇലക്ഷനോടനുബന്ധിച്ചൊക്കെ വന്നിരുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, അതിൽ പങ്കെടുക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനൊക്കെ കൂടി ആലോചിക്കുക എന്ത് ചെയ്യാൻ. കുറേ നിയന്ത്രണങ്ങൾ വരുത്തുന്നു. ഈ ഇപ്പോൾ ഇലക്ട്രോണിക് വെഹിക്കിൾസൊക്കെ വന്നു, അപ്പോൾ പുക കുറയും, കുറച്ച് അന്തരീക്ഷ മലിനീകരണം കുറയും, വനങ്ങൾ വെട്ടി നശിപ്പിക്കൽ, അങ്ങനെ കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. പക്ഷേ എത്രയൊക്കെ ആയാലും പ്രകൃതിക്ഷോഭങ്ങളെല്ലാം വർദ്ധിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു. എല്ലാവരും നാശത്തിലേക്കുള്ള ഒരു പോക്കാണ്. പ്രസവവേദനപ്പെടുന്നു, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം കർത്താവ് പറഞ്ഞതാണ് സുവിശേഷങ്ങളിൽ അല്ലേ. അന്ത്യനാളുകളിൽ യുദ്ധങ്ങളുണ്ടാകുന്നു, അത് സംഭവിക്കുക. ക്ഷാമങ്ങളുണ്ടാകുന്നു, അത് സംഭവിക്കുന്നു. പിന്നെ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നു അല്ലെ. ഇന്ന് ആ ജാതീയ കലഹങ്ങളൊക്കെ എല്ലായിടത്തും വർദ്ധിച്ചു വരികയാണ്. പണ്ട് കാലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, അത് ആരും അറിയാതെ ഇങ്ങനെ മീഡിയാസ് ഒന്നും ഇല്ലായിരുന്നു, അത്ര വർദ്ധിതമായിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാം ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയാണ്. എന്തെല്ലാം ദുരന്തങ്ങളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, സമരങ്ങളാണ്. അതെല്ലാം നാൾക്ക് നാൾ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടുത്തങ്ങൾ വർദ്ധിക്കുമ്പോൾ മനുഷ്യന് എല്ലാത്തിൻ്റെ അധ്വാനങ്ങൾ കുറയുമ്പോൾ മനുഷ്യൻ സന്തോഷഭരിതനാകേണ്ടതാണ്. പക്ഷേ അവൻ അതിനൊന്നും ശ്രമിക്കാതെ വീണ്ടും പ്രശ്നങ്ങൾ. ഇതൊരു എൻടൈമിൻ്റെ ഒരു അവസാനമാണ്. എൻടൈമിൻ്റെ ഒരു മുൻസൂചനകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റും, കർത്താവിൻ്റെ വരവിൻ്റെ മുൻസൂചനകൾ. അപ്പോൾ പറയുന്നത് ഇതെല്ലാം നശിക്കും, നീയോ അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീവയെ മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒരു പാ പോലെ ചുരുട്ടി വെക്കുമെന്ന് പറയാം ദൈവം. അപ്പോൾ ന്യായവിധിക്ക് വേണ്ടി വരുമ്പോൾ വലിയൊരു സിംഹാസനം, അതൊക്കെ നമ്മൾ പുതിയ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. പത്രോസ്ലിയുടെ ലേഖനത്തിലല്ല എൻ്റെ പറയുന്നത്, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും ഭൂമിക്ക് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 2 പത്രോസ്. അപ്പം ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനും ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടെഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ഇവിടെ ആകാശം മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്ന് പറഞ്ഞത് പത്രോസിലേക്ക് എഴുതിയപ്പോൾ അന്ന് ശാസ്ത്രം പറഞ്ഞു, പത്രോസിന് അറിവില്ല. എലമെന്റ്സ് cannot be destroyed, അതായത് മൂലപദാർത്ഥങ്ങൾ വെന്തുരുക, അത് നശിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് എൻട്രിക്കോ ഫെർമി എന്ന ശാസ്ത്രം കണ്ടുപിടിച്ചു എന്നുള്ളത്. അതായത് പ്രോട്ടോൺ, വിക്ട്രോണും ന്യൂട്രോണെന്നും അത് വിഘടിക്കാമെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അന്നുവരെയും അത് നശിക്കത്തില്ല, അത് വിഘടിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ആറ്റംസ് അത് വിഘടിക്കാമെന്ന് കണ്ടുപിടിച്ചു. വിഘടിക്കും, ന്യൂട്രോണെന്നും പ്രോട്ടോണെന്നും ഇലക്ട്രോണെന്നും അത് വിഘടനമുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ശാസ്ത്രം
ഇത് വളർച്ച വന്നപ്പോൾ ബൈബിള് ശരിയാണെന്ന്, ബൈബിള് തിരുത്തി എഴുതേണ്ടി വന്നിട്ടില്ല എന്ന്. പെൻസിൽ കൊണ്ട്, ചരിത്രം പെൻസിൽ കൊണ്ട് എഴുതണം, പക്ഷെ തിരുവനും പെൻസിൽ കൊണ്ടല്ല, ആ ദൈവത്തിൻ്റെ കയ്യൊപ്പാണെന്ന് പറയുകയാണ്. കാരണം ചരിത്രത്തിൽ തിരുത്തുകൾ വരാം, പലരുടെയും കണ്ടുപിടുത്തങ്ങൾ, എവിഡൻസ് ഒക്കെ, എക്സ്കവേഷൻസ് ഒക്കെ ഇതൊക്കെ നടത്തുമ്പോൾ പലരും തിരുത്തേണ്ടി വരുന്നു. എന്നാൽ ദൈവിക പ്രമാണങ്ങൾ അതിന് മാറ്റമില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അത് ആകാശം ചുട്ടഴിയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ പറയുകയാണ് ഉടുപ്പ് പോലെ നീ എല്ലാം മാറ്റും. തുടർന്ന് പറയുന്നു 27-ാമത്തെ വാക്യം, സങ്കീർത്തനം 102:27, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ദൈവം ജീസസ് is the same yesterday, today and tomorrow. Jesus is the same yesterday, today and tomorrow എന്ന് പറയും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നാണ് പറയാൻ. അത് തന്നെ ആ വാക്യത്തോട് മതി. നീയോ അനന്യനാകും, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കില്ല. എൻഡ്ലെസ് ആണ് ദൈവരാജ്യം, എൻഡ്ലെസ് ആണ്. എറ്റേണിറ്റി എന്ന് പറയുന്നത് നിത്യത. ആ നിത്യത ദൈവത്തോടു കൂടെ ആയിരിക്കാനാണ് നമുക്ക് ദൈവം നിത്യജീവൻ തരുന്നത്. ആ നിത്യജീവനിൽ വാഴുവാനായിട്ടാണ്, നിത്യതയിൽ നിത്യജീവനിൽ വാഴാനായിട്ട് ദൈവത്തോടു കൂടെ. എന്നിട്ട് അവിടെ തുടർന്ന് പറയുക, ഈ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്? നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിന്റെ സന്നദ്ധിയിൽ നിലനിൽക്കും. ദൈവ വേലക്കാരുടെ ഒരു പോർഷൻ, അല്ലെങ്കിൽ അവർക്കുള്ളതായ ആ ഒരു പ്രോമിസാണ് അവിടെ പറയുന്നത്. ദ ചിൽഡ്രൻ ഓഫ് യുവർ സെർവൻറ്റ് ഷാൾ ലിവ് സെക്യൂർ, ദിയർ ഓഫ് സ്പ്രിങ് ഷാൾ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ പ്രസൻസ്. അവിടെ സന്തതി നിന്റെ സന്നിധിയിലേക്ക്. അപ്പോൾ ദൈവവേലക്കാർക്കുള്ള ഒരു പ്രോമിസാണ് എല്ലാ ദൈവ മക്കൾക്കും ഉള്ള. അപ്പോൾ ദൈവത്തിൻ്റെ വേലക്കാരുടെ മക്കൾക്ക് ഈ പ്രോഫിറ്റ്, ഈ ഇതുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് എത്രത്തോളം ഉണ്ട്? ദൈവമക്കൾക്ക് അതാണ് നമുക്കുള്ള അവകാശങ്ങൾ, ദൈവം തന്നിരിക്കുന്ന പ്രോമിസസ്. അത് വിലയേറിയതാണ്. വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം, ദൈവകൃപയിൽ ആശ്രയിക്കാൻ സാധിക്കണം. ഈ അരിഷ്ടൻ്റെ പ്രാർത്ഥന അരിഷ്ടതയോടുകൂടി ആരംഭിച്ചു എങ്കിലും ഇവിടെ പ്രത്യാശയോടെ അത് മനോഹരമായൊരു എൻഡിലേക്ക് വരികയാണ്. നീണ്ടു നിൽക്കുന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ട് ദൈവത്തിനെ കൊടുത്തു. ദാവീദിന് ദീർഘായുസ്സ് കൊടുക്കുന്നു. ദാവീദിന് തുടർന്ന് ദൈവത്തിൻ്റെ കൃപകളെല്ലാം ദാവീദിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം ഉത്തരം നൽകി. അപ്പോൾ ദാവീദ് ആ തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവിക സത്യങ്ങൾ രുചിച്ചറിയുവാനും, തിരിച്ചറിയാനും, രുചിച്ചറിയാനും, അനുഭവിച്ചറിയുവാനും, അത് മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുവാനുമായിട്ടുള്ള ഒരു ദൗത്യമാണ് ദൈവം നമ്മുടെ മേൽ തരുന്നത്. ആ ദൗത്യത്തിന്, ആ ദൈവിക പദ്ധതിക്ക് നമ്മളെ തന്നെ നമുക്ക് അർപ്പണം ചെയ്യാം. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം, നമ്മൾ ക്രൂസിനെ കുറിച്ച് ചിന്തിച്ചു, കർത്താവിൻ്റെ ജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുന്ന, ബദ്ധന്മാരുടെ ഞരക്കം കേട്ട് മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ ഈ ലോകത്തിൽ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്നും ആ ദൗത്യം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ ബന്ധനങ്ങളും ബദ്ധപ്പാടുകളും എല്ലാം അകറ്റി നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം തരുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആ ദൈവിക സമാധാനത്തിലേക്ക് നമ്മളെ ഭരമേൽപ്പിക്കാം. അവിടുത്തെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, നമ്മുടെ ചിന്തകളെയും നിലകളെയും ക്രിസ്തുവിനെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹവാനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. അപ്പോൾ അവിടെ ദീർഘക്ഷമയാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ അവസാനത്തുള്ളി രക്തം വരെയും ക്രൂശിൽ ചിന്തി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, പുത്രൻ്റെ രക്തത്താൽ വിധവാൻ ദൈവമേ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ആ യേശുവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണമായി അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കറയും കളങ്കവും ചുളുക്കവും ഒന്നുമില്ലാതെ വിശുദ്ധയോടെ അപ്പോൾ നിൻ്റെ ഇഷ്ടപ്രകാരം ഞാനായിരിക്കുന്ന പോലെ എന്നെപ്പോലെ കർത്താവെ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവനെപ്പോലെ ഞങ്ങൾക്ക് നിന്നോട് സമന്മാരായി അപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ വിളിച്ചിരിക്കുന്നുകൊണ്ട് ഞങ്ങൾ നിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നോളം നടത്തിയ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സർവശക്തി, മഹത്വം എല്ലാ പ്രകൃതിക്കായി, സൃഷ്ടിക്കായി, എല്ലാ സൃഷ്ടികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാം തിരുനാമത്വപ്പെടുത്തിനിടയെ തിരണമേ. പിതൃത്വ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ മഹത്വത്തിനായി തന്നെ. ആമേൻ. തിരുസന്നിധിയിൽ എന്നെ തരുന്നേ, തിരുവിട്ടം ചെയ്യുവാൻ എന്നെ അർപ്പിക്കുന്നേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ നിൻഹിതം ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്ക. തിരുസന്നിധിയിൽ എന്നെ തരുന്നേ,